ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെയിൻറ്റിൻ്റെ കാലിയായ ടിൻ കൊണ്ട് ഒരു കുഞ്ഞ ഐഡിയയുമായിട്ടാണ്. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഇതിൻ്റെ കൂടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ പ്ലാസ്റ്റിക് കവറിനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് നിവർത്തിയെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിൻ്റെ ബോട്ടിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബോട്ടിലിൻ്റെ പുറം സൈഡ് ഫുള്ളും കവർ ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അധികമുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ ഫുള്ളും ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ് ഫുള്ളായും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പെയിൻറ് നന്നായി ഡ്രൈ ആയതിനു ശേഷം റെഡ് കളർ പെയിൻറ് ബ്രഷിലെടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇടയ്ക്ക് റെഡും കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. റെഡ് പെയിൻറ് മാത്രമല്ല ഗോൾഡൻ കളർ പെയിൻറ്റും കൂടി കൈകൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഫ്ലവർ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവർ വൈസ് റെഡിയായി. ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയയില്ലേ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.